എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. പച്ചമാങ്ങ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള 5 വ്യത്യസ്ത തരം റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇപ്പം മാങ്ങയുടെയൊക്കെ സീസൺ ആണല്ലോ. ഈ ഒരു രീതിയിൽ ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് പച്ചമാങ്ങ അവിയലാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ അവിയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു വലിയ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മാങ്ങ പൂളിയൊക്കെ എടുക്കാം. എടുത്തതിന് ശേഷം അതിനെ ഒന്ന് അരിഞ്ഞെടുക്കാം. മാങ്ങയെല്ലാം ഇതേപോലെ ഇനിയൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ അച്ചാറൊക്കെ ഇടാൻ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തില്ലേ, ആ ഒരു രീതിയിൽ മാങ്ങയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മാങ്ങയും ഉണക്ക ചെമ്മീനും കൂടെ ചേർത്താണ് അവിയൽ വയ്ക്കുന്നത്. അപ്പം മാങ്ങയുടെ പുളിയൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ അവിയൽ വയ്ക്കാൻ എടുക്കേണ്ടത്. ഒരുപാട് പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് ഈ രീതിയിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയെല്ലാം അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ പുളി കളഞ്ഞെടുക്കാം. ഈ ഒരു വലിപ്പത്തിലാണ് മാങ്ങയെല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് പുളിയൊക്കെ കളഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിനി അത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അവിയൽ വെക്കാൻ എടുക്കുന്ന മാങ്ങ ഒരുപാട് പുളിയുള്ളതാണെങ്കിൽ ഒരു 2-3 തവണ വെള്ളത്തിലിട്ട് വെക്കേണ്ടി വരും. അതല്ല ഒരുപാട് പുളിയില്ലാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം വെള്ളത്തിൽ കിടന്നാൽ മതിയാകും. അപ്പോൾ ഇത് ഒരുപാട് പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നുള്ളൂ. ഒരു 10 മിനിറ്റോളം വെള്ളത്തിലിട്ട് വയ്ക്കാം. പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ച് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം വീണ്ടും അതേപോലെ കുറച്ച് വെള്ളം കൊണ്ട് വേറെ ഒഴിച്ച് വെച്ച് കൊടുക്കാം. അതേപോലെ 2-3 തവണ അതേപോലെ ആക്കിയെടുത്തതിന് ശേഷം പുളി കളഞ്ഞെടുക്കാം. ഇതവിടെ ഇരിക്കട്ടെ, മൂടി വയ്ക്കാം. അപ്പോൾ അതാ ഇതിന് ചേർക്കാനുള്ള ഉണക്ക ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഒരു കൈപ്പിടിയോളമുണ്ട്. അതിനെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പിന്നെ ഈ സമയത്ത് നമുക്ക് അരപ്പം കൂടെ തയ്യാറാക്കി വയ്ക്കാം. ആവശ്യമുള്ള അത്രയും തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് എരിവിന് ആവശ്യമായ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 4-5 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. ഇതാ ഈ ഒരു രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്യുന്ന സമയം കൊണ്ട് മാങ്ങയുടെ പുളിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടാവും. ഇനി നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ആ വെള്ളം അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ഇത് വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് മാങ്ങ മാറ്റി കൊടുക്കാം. വീണ്ടും 2 തവണ മാങ്ങ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് തിളച്ച് കിട്ടുന്ന സമയം കൊണ്ട് തന്നെ മാങ്ങ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മാങ്ങ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ടത് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത് മൂടി വയ്ക്കാം. ഇനി ചേർത്ത് കൊടുത്ത അരപ്പിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ഇപ്പം അവിയൽ നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ താളിച്ചതും കൂടെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. അവിയലിപ്പോൾ നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ചുവന്നുള്ളി, വറ്റൽമുളകും കടുകും കറിവേപ്പിലയും കൂടി നന്നായിട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മാങ്ങ അവിയലാണ് റെഡിയായി കഴിഞ്ഞത്. അപ്പം ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതും കൂട്ടി കഴിക്കാൻ. ഈ ഒരു രീതിയിൽ മാങ്ങ അവിയലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇപ്പോൾ പച്ച മാങ്ങയൊക്കെ ധാരാളമുള്ള സമയമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കറി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അടുത്തത് പച്ചമാങ്ങ ജ്യൂസാണ്. നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയതാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി അത്യാവശ്യം വിളഞ്ഞ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനെ ഇനി ഒന്ന് പൂളി എടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ജ്യൂസ് അടിക്കാനായതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ പീസസായിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത്
ജ്യൂസ് അടിച്ചെടുക്കാം. ഒരുപാട് പുളിയില്ലാത്ത നല്ല വിളഞ്ഞ മാങ്ങ നോക്കി വേണം ഇത് ജ്യൂസിന് വേണ്ടി മാങ്ങ എടുക്കാൻ. അപ്പോൾ അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈന്തപ്പഴമാണ്. കുരുവെല്ലാം കളഞ്ഞ് എന്നിട്ട് നല്ല സോഫ്റ്റ് ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടി മാങ്ങയുടെ കൂടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഈന്തപ്പഴം എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ഇത് കുറച്ച് ഉണക്ക മുന്തിരിയാണ്. വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. ഇത് ആ വെള്ളത്തോട് കൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിനെ ഇതേപോലെ ഒന്ന് മുറിച്ച് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് പഞ്ചസാര മാത്രം മതിയാകും. പിന്നീട് തണുത്ത വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട, ഈന്തപ്പഴത്തിൻ്റെയൊക്കെ മധുരമുണ്ട്. ഞാൻ വളരെ കുറച്ച് മധുരം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ജ്യൂസാണ്. അപ്പോൾ ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇഞ്ചിയുടെ ഫ്ലേവറും നല്ലൊരു സ്വാദും നല്ല മണമൊക്കെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും പച്ചമാങ്ങ കൊണ്ട് ഈ ഒരു രീതിയിൽ ജ്യൂസ് തയ്യാറാക്കി നോക്കൂ. പഞ്ചസാര ചേർക്കണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഈന്തപ്പഴത്തിൻ്റെയൊക്കെ മധുരം തന്നെ ധാരാളം മതിയാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് പച്ചമാങ്ങ കിച്ചടിയാണ്. അതിനും ഈ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് വിളഞ്ഞ മാങ്ങ നോക്കി എടുക്കണം. പുളി ഒട്ടും ഇല്ലാത്ത മാങ്ങ തന്നെ എടുത്തോളൂ. ഇതേപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇനി ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒട്ടും പുളിയില്ലാത്ത മാങ്ങയാണ്, നന്നായിട്ട് വിളഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വളരെ ചെറിയ പീസസായിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മാങ്ങ ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേവിക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. ഇതേപോലെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം മതിയാകും. ഇനി അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും 2-3 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് തണുത്ത് കിട്ടണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് അടുപ്പിൽ നിന്ന് മാറ്റി നന്നായിട്ട് തണുത്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് കട്ട തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് പുളിയില്ലാത്ത തൈര് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പം നമുക്ക് ആവശ്യമുള്ള പുളിക്കനുസരിച്ചുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കാം. പുളി ഒരുപാടുള്ളതാണെന്നുണ്ടെങ്കിൽ തൈര് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാകും. അപ്പം തൈരും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്ത അരപ്പും തൈരും മാങ്ങയെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ച് കൊടുക്കണം. അതിനുവേണ്ടി ചുവന്നുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കടുവും എല്ലാം കൂടെ മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പച്ചമാങ്ങ കിച്ചടി റെഡിയായി കഴിഞ്ഞു. ഉറപ്പായിട്ടും ഇത് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കടുക് വറുത്തത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കിച്ചടിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടുത്തത് പച്ചമാങ്ങ കൊണ്ട് തയ്യാറാക്കിയ ഹൽവയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കപ്പ് പച്ചമാങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
അടുത്തത് മാങ്ങയും പനീറും കൂടിയുള്ള കറിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കറി തയ്യാറാക്കാൻ വേണ്ടി 100 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച പനീർ നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പനീർ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ ആയാൽ മതിയാവും. ഇനി കറിക്ക് വേണ്ടി ഞാനിവിടെ 1/2 മാങ്ങയും 3-4 പച്ചമുളകും 1 തക്കാളിയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ ഒന്ന് വേകുന്ന സമയത്ത് നമുക്ക് അരമുറി തേങ്ങയുടെ പാലെടുത്ത് വയ്ക്കാം. ഒരുപാട് വെള്ളം ചേർക്കാതെ കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ആവശ്യം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ അടുപ്പിൽ വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടപ്പ് വെച്ച് ഒന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി കറി നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പനീറൊക്കെ ഇട്ട് കൊടുത്ത് കറി വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കാം. ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം 2 മിനിറ്റ് അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന്. മാങ്ങയും പനീറും കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയ കറിയാണ്. ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.